നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അപകടം മൂലമുണ്ടാകുന്ന സാരമായതും അല്ലാത്തതുമായ എല്ലിൻ്റെ പരിക്കുകൾക്കുള്ള ഇന്ന് ലഭ്യമായിട്ടുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ CS നിഖിൽ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ എല്ലിനും പലതരത്തിലുള്ള പരിക്കുകളാണ് ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള ഫ്രാക്ചറുകൾ. ഇതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? സാധാരണഗതിയിൽ എല്ലിനുണ്ടാകുന്ന പരിക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലിനുണ്ടാകുന്ന പരിക്കെന്ന് പറഞ്ഞാൽ എല്ലിന് മാത്രമല്ല അതിൽ ഇൻവോൾവ് ആവുന്നത്. പലപ്പോഴും അതിന് ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂസ്, അതായത് മസിലുകളുണ്ട്, ടെൻഡൻസ് ഉണ്ട്, നെർവ്, ബ്ലഡ് വെസൽസ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചുറി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു എല്ലാം കൂടി നോക്കിയിട്ട് വേണം ചികിത്സ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഫ്രാക്ചേഴ്സ്, സിമ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട്, കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ്, ഇങ്ങനെയാണ് സാധാരണയായി അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഫ്രാക്ചേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലിന് പൊട്ടുണ്ടാവും, പക്ഷേ അത് പുറത്തേക്കൊന്നും വന്നിട്ടൊന്നും ഉണ്ടാവില്ല. കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സിൽ സാധാരണ എല്ല് പൊട്ടിയിട്ട് പൊട്ടിയ ഭാഗം പുറമേക്ക് വരുന്നു. പിന്നെ ഫ്രാക്ചേഴ്സ് അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇത് എത്രത്തോളം അപകടമുള്ള ഫ്രാക്ചർ ആണെന്ന് കണ്ടുപിടിക്കാൻ എന്തൊക്കെ രീതികളാണ് ഇപ്പോൾ ഉള്ളത്? സാധാരണഗതിയിൽ നമുക്ക് ഏതൊരു പേഷ്യൻറ്റും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നത് നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ അഥവാ രോഗിയെ പരിശോധിക്കുന്നതിലൂടെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റേകൾ എടുക്കേണ്ടി വരും. ആവശ്യമെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ, MRI പോലത്തെ നൂതന സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കേണ്ടി വരും. എക്സ്റേയിലൂടെ, CT സ്കാനിലൂടെ എന്ത് വ്യത്യാസമുള്ള ഡയഗ്നോസ് ആണ് നടക്കുന്നത്? അപ്പം എക്സ്റേയിൽ സാധാരണയായിട്ട് നമുക്കൊരു ഫ്രാക്ചർ മാത്രം നമുക്ക് കാണാൻ പറ്റും. CT സ്കാൻ ഉപയോഗിക്കുന്നതിലൂടെ ആ ഫ്രാക്ചറിൻ്റെ കോംപ്ലക്സിറ്റി, എത്രത്തോളം കഷ്ണങ്ങളുണ്ട് എല്ലിൽ, പൊട്ടിയ എല്ലിൽ എത്രത്തോളം കഷ്ണങ്ങളായിട്ടുണ്ട്, അതല്ലെങ്കിൽ അത് ജോയിൻറ്റിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടോ, എത്രത്തോളം നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് CT ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. MRI സ്കാൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യൂസ് നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് MRI സ്കാനാണ് വേണ്ടത്. ഇപ്പോൾ അതിൽ ലിഗമെൻ്റ് ഇഞ്ചുറീസ് ഉണ്ടോ, അതല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതിൽ CT ആൻജിയോ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എപ്പോഴും നമ്മളൊരു മൾട്ടി മോഡൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു പേഷ്യൻറ്റിൻ്റെ കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. സിമ്പിൾ ഫ്രാക്ചേഴ്സിന് മിക്കവാറും പലപ്പോഴും എക്സ്റേ മാത്രം മതിയാകും, പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എല്ലാതും ആവശ്യമായിട്ട് വന്നേക്കാം. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? പഞ്ചാബിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, എന്റെ ഉപ്പൂറ്റിക്ക് വേദനയാണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ കുറച്ച് ടൈം എടുക്കണം, നടക്കണമെങ്കിൽ വേദനയാണ്. അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷം മുന്നേ വലത്തെ കാലിലായിരുന്നു വന്നത്. അപ്പൊ അത് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ടാബ്ലറ്റ് തന്ന് അതിന്റെ കൂടെ ഒരു ചപ്പൽ ഇടണം എന്ന് പറഞ്ഞു. ചപ്പലൊക്കെ ഇട്ട് അത് ഓക്കെ ആയി, ശരിയായി. ഇപ്പൊ അതേ പ്രോബ്ലം തന്നെ ഇടത്തെ കാലിന് വന്നു. പക്ഷേ ഒരു 10 ദിവസത്തേക്ക് ടാബ്ലറ്റ് കഴിച്ചു, ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ചപ്പൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ര ഭേദമായിട്ട് കാണുന്നില്ല. ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൊല്യൂഷൻ അത് എടുത്താൽ ഇങ്ങനെ കംപ്ലീറ്റ് ഭേദമാവോ അറിയാൻ വേണ്ടിയാണ്. അതെ, നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയും. അതായത് കാലിൻ്റെ ഉപ്പൂറ്റിയിലുള്ള ആ ഭാഗത്തുണ്ടാകുന്നൊരു നീർക്കെട്ട് പോലത്തെ ഒരു അസുഖമാണിത്, പ്ലാന്റാർ ഫേഷ്യേറ്റിസ്. ഇതിന് സാധാരണയായിട്ട് എപ്പോഴും നമ്മൾ തുടക്കത്തിൽ ഫിസിയോതെറാപ്പി, അതേപോലെ ചെരുപ്പ് മാറ്റി യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള ചികിത്സാ രീതികളൊക്കെയാണ് പറയാറ്. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസസ് ഒക്കെയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഭേദമാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പരിധിവരെ റിലീഫ് കിട്ടാവുന്നതാണ്. വിളിച്ചിരുന്നു, നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ഫ്രാക്ചർ ആണെങ്കിൽ പലപ്പോഴും എല്ല് പൊട്ടി നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്ത് ലക്ഷണങ്ങളാണത് കാണിക്കുന്നത് പിന്നീട്? സാധാരണ ഒരു ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് നീര് വരും, പിന്നെ അതേപോലെ തന്നെ അനക്കുമ്പോൾ വേദന വരും. അതാണ് സാധാരണ എപ്പോഴും ഒരു ഫ്രാക്ചറിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറ്. ചില ചെറിയ ഫ്രാക്ചറുകൾ, ഹെയർ ലൈൻ പോലത്തെ ഫ്രാക്ചറുകളൊക്കെ ഇനീഷ്യലി പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. കാരണം പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗികൾക്ക് അത് ഉണ്ടായ സമയത്ത് അനക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇനീഷ്യലി കാണാറില്ല. അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ തന്നെ അത് നമ്മൾ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറിയ ഫ്രാക്ചേഴ്സൊക്കെ ചിലപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത് പോകും. അപ്പോൾ ഓവർ ദ ഡേയ്സ് ചിലപ്പോൾ നീരും അനക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അറിയാതെ പോയിട്ട് അത് ഹീലായി എന്ന് കരുതുക, ബോണ് തിരിച്ച് ഫിക്സ് ആയി, പിന്നീട് അതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? റോങ് പൊസിഷനിലാണ് ഹീലാവുന്നതെങ്കിൽ? റോങ് പൊസിഷനിലാണ് ഹീലാവുന്നതെന്നുണ്ടെങ്കിൽ
സാധാരണ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത് എപ്പോഴും ഇങ്ങനെ മിസ്സാവുന്ന ഇഞ്ചുറീസ് അധികം നമ്മുടെ വിരലുകളിലും മറ്റും ഉണ്ടാകുന്ന ചെറിയ ഇഞ്ചുറികളാണ്. അപ്പോൾ അത് സന്ധികളുടെ അടുത്തുണ്ടാകുന്ന ഇഞ്ചുറികളാകുമ്പോൾ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ആകുമ്പോൾ അത് റോങ് ആയിട്ടുള്ള പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളുടെ അനക്കത്തിനുള്ള ചെറിയൊരു കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചെറിയ വളവുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സിമ്പിൾ ഇഞ്ചുറീസ്, നമ്മൾ ഇനീഷ്യലി മിസ്സാവുന്ന ഇഞ്ചുറീസിൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു വലിയൊരു വളവോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല. പക്ഷേ ഈ ഒരു അനക്കക്കുറവ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഞാൻ ഇരുട്ടിയിലാണ്, കണ്ണൂർ ജില്ലയില്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ എന്റെ കഴുത്തിന്റെ അവിടെ നിന്ന് ഇടത്ത് കൈ വേദന ഉണ്ട്. പറഞ്ഞോളൂ. എന്റെ കഴുത്തിന്റെ അവിടുത്തെ ഇടത്ത് കൈ കംപ്ലീറ്റ് വേദന. അപ്പൊ മുകളിലോട്ട് പൊക്കി പിടിച്ചാലേ വേദന കുറയുന്നുള്ളൂ. കുറെ ദിവസമായി ഡോക്ടറെ കാണിക്കുന്നത്, എല്ലിന്റെ ഡോക്ടർ. ഒരു വ്യത്യാസം വന്നില്ല. അത് കഴിഞ്ഞ് നിറവിന്റെ ഡോക്ടറെ കാണിച്ചു, അവര് മരുന്ന് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനെന്താ ചെയ്യുന്ന വേദന മാറുന്നില്ല. മേലോട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് വേദന കുറയുന്നുണ്ട്, താഴോട്ട് താക്കുമ്പോൾ വേദന കൂടുന്നുണ്ട്, പറയാനും പറ്റുന്നില്ല. എല്ലിന്റെ ഡോക്ടർ കാണിച്ചിരുന്നു അല്ലേ? എല്ലിന്റെ ഡോക്ടർ ഇരട്ടിയിൽ കാണിച്ചാണ് സാർ. അത് കഴിഞ്ഞ് കണ്ണൂര് വെണ്ടുവാൾ ഡോക്ടറെ നിലവിന്റെയും കാണിച്ചു. അവരുടെ കഴിച്ച് രണ്ടുപേരുടെയും കഴിച്ചു. ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. എനിക്ക് വേദന വെച്ചാൽ അതിലെ കഴുത്തിന് ബെൽറ്റ് ഇടുന്നുണ്ട്, പിന്നെ കടക്കുമ്പോഴുള്ള ബെൽറ്റ് അതും കുറെ ഇടാൻ പറയും. അതൊക്കെ ഞാൻ ഇട്ടായിരുന്നു. അപ്പൊ വണ്ടി പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ ഫോണ് പോലും എനിക്ക് അടുത്ത് കഴിഞ്ഞ് പിടിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നുണ്ട്. അത് ഒരു കൈയിലേക്ക് മാത്രമേ ഉള്ളൂ അതോ രണ്ട് കൈയിലേക്കും വേദന വരുന്നുണ്ടോ? അതിൽ ഒറ്റ കൈക്ക് മാത്രം. കഴുത്തിന്റെ അവിടുന്ന് മുതൽ എടുത്ത് കഴി ഇങ്ങനെ കംപ്ലീറ്റ് ഏതാണ്ട് പടം വരെ ഉണ്ട് വേദന, നെരമ്പിലൊക്കെ. എല്ലിന്റെ ആണോ നെരമ്പിന്റെ ആണോ എന്ന് ഞാൻ കാർഡിയോളജിയും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതെ, സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ഇടത്തെ കൈയിലോട്ട് വരുമ്പോൾ ഒരു കാർഡിയോളജിയും കൂടി കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വളരെ സാധാരണമായിട്ടും ഈ കഴുത്തിലെ വേദന കൈയിലേക്ക് ഇറങ്ങി വരുന്നത് കഴുത്തിലെ ഡിസ്കിൻ്റെ തകരാറ് മൂലമാണ്. കഴുത്തിൻ്റെ ഡിസ്ക് തെറ്റിയിട്ട് കൈയിലേക്കുള്ള ഞരമ്പുകളിൽ പ്രസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലമാണ് സാധാരണ. നിങ്ങളുടെ പറഞ്ഞത് കേട്ടിട്ട് അതാണെന്നാണ് തോന്നുന്നത്. എക്സ്റേ MRI സ്കാനൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും അത് നോക്കിയിട്ട് അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. MRI ഒക്കെ ചെയ്ത് എത്രത്തോളം ഡിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പരിധി വരെ നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറാവുന്നതാണ്. വിളിച്ചത് നന്ദി. ഡോക്ടർ, ഇങ്ങനെ അപകടം ഉണ്ടായി എല്ലിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റി ഏത് പ്രായക്കാരിലാണ് ഇത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്? പ്രായത്തിൻ്റെ വ്യത്യാസം, രണ്ട് എക്സ്ട്രീംസ് ഓഫ് ഏജിലും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒന്ന് പ്രായമായിട്ടുള്ള ആളുകളിൽ എപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ ചെറുപ്പക്കാരൊരു എല്ല് യോജിക്കുന്നത് പോലെ എളുപ്പത്തിൽ പ്രായമായ ആളുകൾ യോജിക്കാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ അവർ എല്ല് യോജിച്ചു കഴിഞ്ഞാലും എല്ലിനുള്ള സ്ട്രെങ്ത് എപ്പോഴും കുറവായിട്ടാണ് കാണാറ്. അതിനുള്ളൊരു പ്രധാന കാരണം ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങളാണ്. ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ്റെ ആ സ്ട്രക്ചറിനുള്ളൊരു വീക്ക്നെസ് വരും. അപ്പം പുതിയ ഉണ്ടാകുന്ന എല്ല് വന്നു കഴിഞ്ഞാലും അതിൻ്റെ റീമോഡലിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. അതാണ് പ്രായമായുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് കാണാറ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ എല്ല് ജോയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും സാധാരണ അതിൽ ഉണ്ടാവാറില്ല. കാരണം അവർക്ക് സാധാരണ റീമോഡലിംഗ് കപ്പാസിറ്റി വളരെ നല്ലതാണ്. അപ്പം നമ്മൾ പൊട്ടിക്കഴിഞ്ഞാലും പ്ലാസ്റ്ററിൽ ചികിത്സിച്ച് കഴിഞ്ഞാലും നന്നായിട്ട് വരാറുണ്ട്. പക്ഷേ അതിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ വളവ് വരാനുള്ള സാധ്യതകളും മറ്റും കൂടുതലാണ്. കാരണം ഗ്രോത്തുള്ള സമയമായതുകൊണ്ട് ഒരു ഭാഗത്ത് ചിലപ്പം കൂടുതൽ ഗ്രോത്ത് വരും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഒരു ആംഗുലേഷൻ പോലുള്ള ഡിഫോമിറ്റീസ് ഒക്കെ വരാം. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ തുളസി കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ 5 വർഷത്തിന് മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എന്റെ വലത് കൈയുടെ എല്ല് ഒടിഞ്ഞ് ഇപ്പം സ്റ്റീലിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ല. എനിക്ക് 5 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ എന്റെ വലത് കൈയുടെ എല്ല് ഓടി മുട്ടിന് മേലില് കംപ്ലീറ്റ്ലി. അപ്പൊ 5 വർഷമായി അത് ആയിട്ട്. അത് 3 വർഷം ആണ് പറഞ്ഞു. ഇതുവരെ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് 2-3 ഓപ്പറേഷൻ ഒക്കെ ആയത് കാരണം ഇത് എടുക്കാതിരിക്കുന്നോണ്ട് വല്ല കുഴപ്പം വല്ല ഉണ്ടോ? ഇല്ല, എടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ ഇടുന്ന കമ്പികൾ അങ്ങനെ നിർബന്ധമായിട്ട് എടുക്കണമെന്നില്ല. അണുബാധ ഉണ്ടാവുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക, അതല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. പിന്നെ സാധാരണ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കും, അത്രയേ ഉള്ളൂ. എടുത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിളിച്ചതിന് നന്ദി.
ഡോക്ടർ, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ പരിക്കുകൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ വൈകല്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ചികിത്സകളാണ് കുട്ടികളിൽ ചെയ്യുന്നത്? തുടക്കത്തിലെ ഇപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രാക്ചർ ഉണ്ട്, ഡിഫോമിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചികിത്സ എങ്ങനെയാണ്? അപ്പം ഡിഫോമിറ്റീസ് ചാൻസ് ഉള്ള ഫ്രാക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കഴിയുന്നതും നമ്മളത് ഫിക്സ് ചെയ്യാറാണ് പതിവ്, അതായത് സർജറി ചെയ്യാറാണ് പതിവ്. അപ്പോൾ സർജറി ചെയ്തിട്ട് കമ്പി ഇട്ടാലിട്ടില്ലെങ്കിലും നമ്മൾ മയക്കം നൽകി കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വെച്ചിട്ട് ചിലപ്പം പുറമേ കൂടെ ഒരു കമ്പി ഇടിക്കും, അതല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നമ്മൾ പ്ലേറ്റും സ്ക്രൂ ഒക്കെ വെച്ച് ഫിക്സ് ചെയ്യും. അതായത് നമ്മൾ കഴിയുന്നതും അനാട്ടമിക്കലായിട്ട് എങ്ങനെയായിരുന്നു എല്ല് മുമ്പ് ഉണ്ടായിരുന്നത് അതേ പൊസിഷനിലേക്ക് വെക്കാനാണ് നോക്കുന്നത്. അങ്ങനെ നമുക്കൊരു പരിധി വരെ, നല്ലൊരു പരിധി വരെ നമുക്ക് ആംഗുലേഷനും ഡിഫോമിറ്റീസും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാണ്. ഡോക്ടർ ലൈവ് ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കുടുംബ ഇടുക്കി ആന്റണി എന്ന് പറഞ്ഞയാള്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആന്റണി പറയൂ. സാറേ, എന്റെ കാലിന്റെ വേദനയായിട്ട് തുടങ്ങിയായിരുന്നു 5-6 മാസം. ഹലോ, പറഞ്ഞോളൂ. സാറേ, എന്റെ കാലിന് വേദനയായിട്ട് തുടങ്ങിയായിരുന്നു കുറെ നാൾ മുമ്പ്. അത് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഞാൻ MRI സ്കാൻ ചെയ്തോ, ന്യൂറോനെ കണ്ടപ്പോ MRI സ്കാൻ ചെയ്തപ്പോ ന്റെ അവിടെ ഒരു അസ്ഥി പല്ലി ഞരമ്പിനെ ടച്ച് ചെയ്ത് നിൽക്കുകയെന്ന് പറയുന്നത് ഓപ്പറേഷൻ വേണമെന്ന്. എവിടെയാണ്? നട്ടെല്ലിലാണോ? നട്ടലിന്റെ 5ാമത്തെ കശേരി തള്ളിയിട്ട് ഈ ഞരമ്പേല് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതെ, ഓപ്പറേഷൻ വേണമെന്നാണ്. 1 മാസം മരുന്ന് കഴിക്കുക, കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും. മരുന്ന് കഴിച്ചിട്ടിരിക്കും. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു IVDP അഥവാ ഇൻട്രവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ആണെന്ന് തോന്നുന്നു. ഡിസ്ക് തള്ളിയിട്ട് സാധാരണ നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പുകൾ പ്രസ് ചെയ്യുമ്പോൾ കഠിനമായ വേദനയും തരിപ്പും ഒക്കെ വരാറുണ്ട്. ഡോക്ടർ നിർദ്ദേശിച്ച പോലെ തന്നെ നമ്മൾ ഇനീഷ്യലി ബെഡ് റെസ്റ്റ് അതേപോലെ മരുന്നൊക്കെ കൊടുത്തു നോക്കും. ഒട്ടും വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയാണ് അതിൻ്റെ പതിവ്. ഹലോ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ പരിക്കുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അപ്പോൾ ഒരു സ്ഥലത്ത് ഫ്രാക്ചറായി, അതിനുശേഷം പിന്നെ അതേ ഭാഗത്ത് തന്നെ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇതിനെ ചികിത്സിക്കുമ്പോൾ? ഒരിക്കൽ ഹീലായ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട്? ഇല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും അധികം വരുന്നില്ല. ഇപ്പം ഹീലായ ഭാഗത്ത് വീണ്ടും ഒരു സാധാരണഗതിയിൽ അത് ഫുള്ളായിട്ട് റീമോഡലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഇഞ്ചുറി വന്നതായി തന്നെ ചിലപ്പം വീണ്ടും അതേ ഭാഗത്ത് തന്നെ വരാറുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക നമ്മുടെ ചികിത്സാ രീതിയിലൊരു വലിയൊരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ കുട്ടികളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെറിയൊരു ട്രോമ തന്നെ കുട്ടികളിൽ ഇങ്ങനെ എല്ല് പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടികളൊന്നും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ചില കണ്ടീഷൻസിലൊക്കെ ഇപ്പോൾ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ അങ്ങനെയുള്ള പല കണ്ടീഷനിലും കുട്ടികളിൽ എല്ല് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെറിയൊരു വീഴ്ച വീഴുമ്പോൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കാനോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പോകുമ്പോഴേക്കും ഓരോ തവണ വരുമ്പോഴും ഓരോ എല്ലും ഇങ്ങനെ പൊട്ടിച്ച് വരുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എല്ല് പൊട്ടുകയെന്നുണ്ടെങ്കിൽ ചികിത്സയിൽ വലിയ വ്യത്യാസം. എന്തെങ്കിലും അസുഖം കൊണ്ടാണോ ഇങ്ങനെ ഇടയ്ക്ക് പെട്ടെന്ന് പൊട്ടുന്നത്? അതെ, അപ്പം അതൊന്ന് നോക്കണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടറെ ചോദിച്ചോളൂ. സാറേ, ഞാന് മുട്ടിന് വേദനയാണ്. അതിന് എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരു 5 കിലോ ഞാൻ 1-2 അങ്ങനെ കൂട്ടി 5 കിലോ വെച്ചിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ യോഗ. അപ്പൊ ഇത് യോഗ ചെയ്യുന്നോണ്ട് ഇപ്പൊ ഈ നടത്തം ഞാൻ 5 കിലോമീറ്റർ ഡെയിലി നടന്നിരുന്ന ആളാണ്. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഗംഗ ഹോസ്പിറ്റൽ ഡോക്ടർ എന്നോട് പറഞ്ഞു, നടത്തം കൊണ്ട് കാലിന്റെ പിന്നെ ഈ എല്ലുകൾക്കുള്ള തേയ്മാനം കൂടും, അപ്പൊ നടത്തം ഒഴിവാക്കണം എന്നുള്ളൊരു സജഷൻ ഡോക്ടർ പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം അതാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. ഓക്കെ. അപ്പം നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഇപ്പം തേയ്മാനം എന്ന് പറഞ്ഞാൽ അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് തോന്നുന്നു. അപ്പം സാധാരണഗതിയിൽ ഈ ഫിസിയോതെറാപ്പി ഈ ഭാരം വെച്ചിട്ട് നമ്മൾ മസിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള ചികിത്സ. പിന്നെ നടന്നതുകൊണ്ട് തേയ്മാനം കൂടുക എന്നുള്ളത് തേയ്മാനം ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നടക്കുക, അതേപോലെ കോണി കയറി ഇറങ്ങുക, ഇത് കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനയും നീരും കൂടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നടത്തം കുറയ്ക്കണം എന്ന് പറയുന്നത്. ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പറ്റുന്ന, ഇപ്പം 5 കിലോ കൂട്ടണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ശസ്ത്രക്രിയ അല്ലാതെ മറ്റെന്തൊക്കെ ചികിത്സാ രീതികളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഫ്രാക്ചറിന്?
ശസ്ത്രക്രിയ അല്ലാതെ നമ്മൾ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആദ്യം മുതലേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഇടുക എന്നുള്ളതാണ്. ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ഒന്നല്ല. പ്ലാസ്റ്റർ പല ഫ്രാക്ചേഴ്സിന് നമ്മൾ പ്ലാസ്റ്ററിൽ തന്നെയാണ് ചികിത്സിക്കാറുള്ളത്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ശസ്ത്രക്രിയ എല്ലാ ഫ്രാക്ചേഴ്സിനും വേണമെന്നുള്ള അത് ശരിയല്ല. നമ്മൾ പല ഫ്രാക്ചേഴ്സും പ്ലാസ്റ്ററിൽ തന്നെ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ജോയിൻ്റ് ആവാൻ എത്ര കാലം എടുക്കും? സാധാരണഗതിയിൽ ഒരു 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെയാണ് അതിൻ്റെ സമയം. അത് ഓരോ എല്ലിനും വ്യത്യസ്തമായിട്ട് വരും. അതേപോലെ നമ്മുടെ ഏജ് അനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരും. എന്നാലും ഒരു 3 മാസമൊക്കെയാണ് ഒരു റഫ്ലി നമ്മൾ പറയാറ്. ഓക്കെ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ എല്ല് പൊട്ടിക്കഴിഞ്ഞാലാണ് അത് ജോയിൻ ആവാൻ ബുദ്ധിമുട്ടുള്ളത്? ജോയിൻ ആവാൻ ബുദ്ധിമുട്ട് ഉള്ളത് എന്നുള്ളതിനേക്കാളും കൂടുതൽ എപ്പോഴും നമ്മൾ സന്ധികളുടെ അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ അടുത്തുണ്ടാകുന്ന പൊട്ടലുകൾ, പെരി ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയും. ആ ഫ്രാക്ചേഴ്സാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാനും പേഷ്യൻറ്റിനും ബുദ്ധിമുട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിൻ്റെ അനക്കത്തിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രാക്ചേഴ്സ് ട്രീറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് എന്നുള്ള അല്ലെങ്കിൽ ഓർത്തോപെഡീഷ്യൻസിന് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാർട്ടാണ്. അതുപോലെ തന്നെ അത് യുണൈറ്റ് ചെയ്യും. പക്ഷേ ചെയ്തു കഴിഞ്ഞാലും ജോയിൻറ്റിൻ്റെ ശരിക്കുള്ള പഴയ പോലെയുള്ള മൂവ്മെൻറ്റ് അതിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ ചില ഫ്രാക്ചേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്യാൻ എപ്പോഴും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഇടുപ്പിലുള്ള നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ, അതേപോലെ തന്നെ സ്കഫോയിഡ് എന്ന് പറഞ്ഞ ഈ കയ്യിലുള്ള ഫ്രാക്ചർ, ഇതൊക്കെ എപ്പോഴും യുണൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫ്രാക്ചേഴ്സാണ്. ആ എല്ലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കാരണമാണ് അങ്ങനെ വരാറുള്ളത്. ബ്രേക്ക് എടുത്തിട്ട് വരാണ്. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാനിപ്പോ എന്റെ കാലിന്റെ ഉപ്പൂറ്റിയിലെ എല്ലിന് പരിക്ക് പറ്റിയിട്ട് കിടക്കുകയാണ്. ഉപ്പുറ്റിക്ക് പരിക്ക് പറ്റുക? പറഞ്ഞോളൂ. അപ്പോ അത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എടുത്ത് തുള്ളേണ്ടി വന്നു. 2ാം നിലയിൽ നിന്ന് 1ാം നിലയിലേക്ക് കൂടിയപ്പോ കാലിന്റെ ഉപ്പൂറ്റിയിലെ എല്ല് പൊട്ടുകയാണ് ചെയ്തത്. മനസ്സിലായി. അപ്പൊ അതിലിപ്പോ റാലിറ്റ് കിടക്കുകയാണ്. ഇത് എനിക്കിനി പഴയ എന്നുള്ളത് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താ സംശയം? പഴയതുപോലെ തന്നെ എനിക്ക് അതിന്റെ സ്റ്റെബിലിറ്റി കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് സാറേ. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് കാൽക്കേനിയം ഫ്രാക്ചർ ആവാനാണ് സാധ്യത. നമ്മുടെ ഉപ്പൂറ്റിയുടെ എല്ല് പൊട്ടിയിട്ടുണ്ടാവാൻ സാധാരണ ഒരു ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പൊട്ടുന്നൊരു എല്ലാണ് ഈ കാൽക്കേനിയൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അത് നന്നായി ചികിത്സിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പഴയ പോലെ തന്നെ ആവുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലിൻ്റെ ഉള്ളിലേക്ക് ചോര ലഭിക്കാതായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ സംഭവിച്ച് ഈ ചോര വരുന്ന വെയിൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഓർത്തോപെഡീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ എമർജൻസി എന്ന് പറയുന്നത് ഒരു ഫ്രാക്ചറായിട്ട് ആ കാലിലേക്കോ കൈയിലേക്കോ ഉള്ള രക്തക്കുഴൽ പൊട്ടുക അല്ലെങ്കിൽ ആ താഴേക്കുള്ള രക്തോട്ടം നിലച്ചു പോവുക എന്നുള്ള കണ്ടീഷനാണ് വാസ്കുലർ ഇഞ്ചുറി എന്ന് പറയും. അത് എപ്പോഴും ഒരു എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഉടനെ തന്നെ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ വാസ്കുലർ സർജറി ഇൻവോൾവ് ചെയ്യിച്ച് അതിന് വേണ്ട ചികിത്സ തുടങ്ങുക. അതുപോലെ തന്നെ എല്ല് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതല്ലാതെയും നമ്മുടെ സാധാരണ ഫ്രാക്ചർ ഉണ്ടാകുന്ന സമയത്ത് ചില കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ് ഞാൻ തുടക്കം പറഞ്ഞ പോലെ അതിൽ രക്തക്കുഴൽ താൽക്കാലികമായിട്ടെങ്കിലും ചിലപ്പോൾ രക്തോട്ടം കുറവ് വരാം. അങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ ഇത് എല്ല് യോജിക്കുന്നതിനൊക്കെ താമസം വരും. അതാണ് അതിൻ്റെ ഒരു രക്തോട്ടം ഇതായിട്ടുള്ള ബുദ്ധിമുട്ട്. മൂവ്മെന്റ് മുഴുവനായിട്ട് ഇല്ലാതാവുന്ന എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ? ഇതിപ്പോൾ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ? അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജോയിൻറ്റിനടുത്ത് വരുന്ന പൊട്ടലുകൾ ചിലപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് ജോയിൻറ്റ് ഇഞ്ചുറി വന്നേക്കാം. നമുക്ക് എത്ര റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും നമ്മുടെ പഴയ പോലെയുള്ള സ്റ്റേജിലേക്ക് എത്തിക്കാൻ പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് നല്ല സ്റ്റിഫ്നെസ്സും എല്ലിന് ഇപ്പം സാധാരണയുള്ള മടക്കം നൂറത്തിലൊക്കെ നന്നായി കുറയുന്നൊരു കണ്ടീഷൻ പലപ്പോഴും കാണാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അഗ്രസീവായിട്ട് ഫിസിയോതെറാപ്പി സാധാരണ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കോംപ്രമൈസ് വരിക, പല കണ്ടീഷനും കൊണ്ടും അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഈ അനക്കക്കുറവ് വന്നേക്കാം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഷോൾഡറും അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടൊക്കെ ഡിസ്ലൊക്കേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മൂവ്മെന്റിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പിന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ? പിന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത ഒരിക്കൽ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. പ്രധാനമായിട്ടും നമ്മൾ യങ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് അങ്ങനെ കാണാറ്. കുറച്ച് ഓൾഡ് ആയിട്ടുള്ളതിൽ റീഡിസ്ലൊക്കേഷൻ ചാൻസസ് കുറച്ച് കുറവാണ്.
എന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമ്മുടെ സാധാരണ ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ അതിൻ്റെ കൂടെ പൊട്ടി പോന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് തിരിച്ച് വന്ന് ഹീൽ ചെയ്യാനുള്ള സമയം വേണം. എപ്പോഴും ഒരിക്കൽ പൊട്ടിയ സാധനം വീണ്ടും ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ നാച്ചുറലി ദൈവമായിട്ട് തന്ന പോലെ എപ്പോഴും ഒരിക്കലും വരില്ല. അപ്പോൾ അതുകൊണ്ട് റീഡിസ്ലൊക്കേഷനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. അപ്പോൾ ഷോൾഡറിലൊക്കെ റീഡിസ്ലൊക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല സർജറീസും ഉണ്ട്, പല സർജറികളും ഉണ്ട്. ഇപ്പം ബംഗാട്ട് റിപ്പയർ, ലത്താർജ്, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റീഡിസ്ലൊക്കേഷൻ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ. ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്, ഫ്രാക്ചറിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് എത്രത്തോളം സാധാരണമാണ്? കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ് തുടക്കത്തിൽ പറഞ്ഞ, അതായത് എല്ല് പൊട്ടി പുറത്തു വരിക, അത് ആ ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പം മിക്കവാറും ഉണ്ടാകുന്ന ഇഞ്ചുറികളൊക്കെ തന്നെ റോഡ് ആക്സിഡൻറ്റുകളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആക്സിഡൻ്റായി നമ്മൾ റോഡിൽ കിടക്കുമ്പോൾ തന്നെ ആ ഭാഗത്തുള്ള മണ്ണും ചളിയും എല്ലാം നമ്മുടെ എല്ലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എത്ര നന്നായിട്ട് ഡിബ്രേഡ് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സിൽ ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ്. ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 ആഴ്ച മുതൽ അല്ലെങ്കിൽ 2 മാസം മുതൽ 3 മാസത്തിനുള്ളിൽ യോജിക്കേണ്ട എല്ല് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരിക്കലും എല്ലിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും മാറ്റാൻ വേണ്ടിയിട്ട്. സമയം ഇവിടെ പൂർണ്ണമായി. എല്ലിൻ്റെ പരിക്കുകൾക്കുള്ള ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.